ഇന്നലെ പാതിരാത്രിയിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആ അനീഷേട്ടന്റെ കീഴെ പോയിരുന്ന് അയാളെ തോണ്ടി തോണ്ടി എണീപ്പിച്ച ആദില ആദില എന്തിനാണ് ആ വൃത്തികേട് ചെയ്തതെന്ന് ചിലപ്പോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാമായിരിക്കും. ഇനി അറിയാത്തവർക്ക് വേണ്ടി വിശദമായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന ലൈവിന്റെ ഒരു ചെറിയ അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമ്മുടെ വെസൽ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പാത്രം കഴുകേണ്ടിയിരുന്നത് അനുമോളും ആദിലയും കൂടെ ആയിരുന്നു. പക്ഷെ ആദില നല്ല സുന്ദരമായിട്ട് നേരത്തെ കിടന്നങ്ങ് ഉറങ്ങി. ബെഡ്റൂമിൽ കിടന്നല്ല ഉറങ്ങിയത്, നമ്മുടെ ജയിലിൻ്റെ അടുത്ത് ഒരു ബീം ബാഗ് കൊണ്ടിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ആദില ഉറങ്ങാൻ വേണ്ടി അങ്ങോട്ട് വന്നതല്ല. നമ്മുടെ ജിസൈലൂട്ടിയും പിന്നെ ലക്ഷ്മിയും കൂടെ മറ്റേ ക്ലേ മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബിഗ് ബോസ് കൊടുത്ത ഒരു പണി ടാസ്ക്, അതായത് അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ഇങ്ങനെ പടം ഉണ്ടാക്കണം. പടം ഉണ്ടാക്കുക എന്നല്ല, ക്ലേ വെച്ചിട്ട് ചെളി വെച്ചിട്ട് ഒരു മോഡൽ ഉണ്ടാക്കുക. അപ്പോൾ അത് നോക്കി വേണം ചെയ്യാനായിട്ട്. അതിന് ആദില അവിടെ പോയി ഇരുന്നതാണ്. അപ്പോൾ ആദിലയുടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില തൊട്ട് ഇപ്പുറത്തോട്ട് മാറി ബീം ബാഗ് ഇട്ട് അവിടെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദിലയായിരുന്നു അനുമോളിലൂടെ നിന്ന് ഇന്നലെ പാത്രം കഴുകേണ്ടത്. അപ്പം ആദില കിടന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ ആദിലയും നോറയും കൂടെ തമാശ രീതിയിൽ നമ്മുടെ അനീഷേട്ടൻ കിടന്ന് ഉറങ്ങാൻ പോയപ്പോഴത്തേക്ക് അയാളെ പോയി കുത്തിപ്പൊക്കി. അനീഷേട്ടൻ അതെ അവളവിടെ കിടന്ന് ഉറങ്ങുന്നു, പാത്രം കഴുകാതെ ഉറങ്ങുന്നു എന്നും പറഞ്ഞ് പുള്ളിയെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പുള്ളി അവിടുന്ന് ചാടി എണീറ്റിങ്ങി വന്നു. ആദിലയുടെ ദേഹത്തോട്ട് വന്ന് കയറിയിട്ട് മോളെ അങ്ങോട്ട് വലിച്ചങ്ങോട്ട് കീറാൻ തുടങ്ങി. അതായത് എണീക്ക് മോളെ, എണീക്ക്, നീ പാത്രം കഴുകിയിട്ട് കിടന്നാൽ മതി, ആദില മോശമാണ് നീ കാണിക്കുന്നത്, നിന്റെ ഡ്യൂട്ടി ടൈമാണ് എന്ന് പറഞ്ഞ് അനീഷേട്ടൻ അങ്ങോട്ട് തുടങ്ങി. അനീഷേട്ടൻ 8 7 അടുക്കത്തില്ല, അറിയാലോ. പുള്ളി പിടിച്ചാൽ പിടിച്ചോടത്ത് കാര്യം നടക്കണം. പക്ഷേ നമ്മുടെ ആദില മോക്കും വാശിയുടെ കാര്യത്തിൽ ഇത്തിരി മുറ്റാണേ. അതുകൊണ്ട് തന്നെ ആദിലയും വിട്ടുകൊടുത്തില്ല. പക്ഷെ ആദില പറഞ്ഞ കുറെ ഡയലോഗുകളുണ്ട്. അതായത് എന്താണ്, അനീഷിനോട് പറയുന്നുണ്ട്, ചേട്ട എന്ന വിളിച്ച നാക്കുകൊണ്ട് താൻ എന്നെ കൊണ്ട് വേറൊന്നും വിളിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ അനുമോക്കിട്ടും നൂറക്കിട്ടും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നീയൊക്കെ എന്തിനാണ് ഇയാളെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ എന്നൊക്കെ ആദില ചോദിക്കുന്ന കണ്ടു. സത്യം പറഞ്ഞാൽ ആദില ആദിലയുടെ ഗ്രാഫ് താഴത്തേക്ക് പൊക്കോണ്ടിരിക്കുക. ഇതിപ്പം മെല്ലെയാണ് ഗ്രാഫ് പൊക്കോണ്ടിരുന്നതെങ്കിൽ ഒറ്റയടിക്ക് താഴത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണ് ഇന്നലത്തെ രാത്രി കൊണ്ട് ആദില ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അനീഷ് വെസൽ ടീമിന്റെ ക്യാപ്റ്റനാണ്. അനീഷിന്റെ ടീമിലുള്ള ഒരാളാണ് ആദില. ആ ആദിലയുടെ ഒരു ഇന്നലെ രാത്രിയിൽ ആദിലയുടെ ഒരു ടൈം ആയിരുന്നു, ആദിലയുടെ ഒരു ഷെഡ്യൂൾ കൊടുത്തിരിക്കുന്ന ഒരു പ്രകാരം ഇന്നലെ ആദിലയും അനുമോളുമായിരുന്നു ചെയ്യേണ്ടത്. അപ്പൊ ആദില ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ആദില പറയുന്ന റീസൺ, ഞാൻ കുറച്ചു നേരം ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ മെല്ലെ എണീറ്റ് പാത്രമൊക്കെ കഴുകി ഉറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ ശരിക്കും ഉറങ്ങിയതല്ല, ഞാൻ എണീക്കും, എനിക്ക് കുളിക്കുകയൊക്കെ വേണം എന്നൊക്കെ ആദില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറയുന്നത് കേട്ടു. എൻ്റെ ഒരു സംശയമാണ്, ഒരാൾ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഉറക്കത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാൾ എണീറ്റ് രാത്രി പാത്രം കഴുകി പിന്നെ പോയി ഉറങ്ങി അങ്ങനെയൊക്കെ ചെയ്യുമോ? പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം. പക്ഷെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അത്രയും ടയേർഡായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പം പിന്നെ എണീക്കുമോ? അല്ല, ഇനി എല്ലാം പോട്ടെ, പിന്നെ എണീക്കോ പാത്രം കഴുകുമോ? അവർക്ക് കൊടുത്ത ജോലിയല്ലേ അത്. ആ ജോലി ചെയ്തിട്ട് അവർക്ക് കിടന്ന് ഉറങ്ങാലോ. അനീഷ് ചോദിച്ചതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ ചെയ്തില്ല. ആദിലയ്ക്ക് ചെയ്യാൻ വയ്യ. പ്രത്യേകിച്ച് അനീഷും കൂടെ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് വിളിച്ചെണീപ്പിച്ച് കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ആദിലയ്ക്ക് അങ്ങോട്ട് പൊളിഞ്ഞ്. ആദിലയ്ക്ക് വയ്യ. എന്നിട്ട് ആദില പറയുന്നൊരു ഡയലോഗ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്, എൻ്റെ വായിന്ന്, അതായത് ആദിലയുടെ വായിന്ന് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള വാക്കുകൾ വീഴാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാക്കുകൾ വീണാൽ നൂറ, നീയും അനുമോളും 2 പേരുമാണ് ഇതിന് കാരണക്കാർ എന്നൊക്കെ പറയുന്നത് കേട്ടു. മോളുടെ വായിന്ന് വല്ലതും വീണായിരുന്നെങ്കിൽ കാരണക്കാരാരാണെന്ന് ബിഗ് ബോസ് പറഞ്ഞേനെ. അതായത് കൂടുതലൊന്നും അവിടെ നിൽക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഗ്രാഫ് നന്നായിട്ട് ഇടിഞ്ഞ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇന്നലെ നെവിൻ നമ്മുടെ ജയിൽ നോമിനേഷൻ്റെ സമയത്ത് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് നൂറ ഉള്ളതുകൊണ്ട് ആദില ഇല്ലെങ്കിലും നൂറ എവിടെ നിൽക്കും. അതാണ് കറക്റ്റ് പോയിന്റ്. ഈ ആദില എന്ന് പറയുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല. എന്താണ് പലപ്പോഴും നടക്കുന്നതെന്ന് പോലും ആദിലയ്ക്ക് മനസ്സിലാവുന്നില്ല. ആദിലയ്ക്ക് പലപ്പോഴും നൂറ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, 1 or 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദിലയ്ക്ക് പ്രോപ്പറായിട്ട് പല ഗെയിമുകളും അറിയത്തില്ല. വാക്കുകളാണെങ്കിൽ പോലും ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ആദിലയുടെ വായിന്ന് വീഴാറുണ്ട്. എന്തിന്? ഇന്നലെ ഈ ഒരു രാത്രിയിൽ അനീഷേട്ടനായിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇടയ്ക്ക് തന്നെ നമ്മുടെ നൂറ പറയുന്നുണ്ട് ആദിലയെടുക്ക്, അതായത് നിന്റെ വാക്കുകൾ നീ സൂക്ഷിക്ക്, ഇങ്ങനെ മോശമായിട്ടുള്ള വാക്കുകൾ, കൺട്രോൾ യുവർ വേർഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും നീ പോയേ അവിടുന്ന്
വേറൊരു ടൈപ്പ് ഓഫ് ഒരു പ്രോപ്പർ നമ്മുടെ കൊച്ചി ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശപ്പെട്ട ഭാഷയൊന്നുമല്ല. ഞാനിപ്പോൾ പറയുമ്പോൾ ആരും അങ്ങനെ ചിന്തിക്കരുത്. പക്ഷെ ചില വാക്കുകളുണ്ട് കൊച്ചി സ്ലാങ്ങിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് അത് ചില ആളുകൾക്ക് വളരെ മോശമായിട്ടുള്ള വാക്കുകളായിട്ട് തോന്നിയേക്കാം. ആ ഒരു രീതിയിലാണ് ചില സമയത്ത് നമ്മുടെ ആദിലയുടെ ഒരു ടോക്ക് എന്ന് പറയുന്നത്, വേ ഓഫ് കോൺവെർസേഷൻ. അത് ഭയങ്കരമായിട്ട് വളരെ വളരെ മോശമായിട്ടുള്ള, സാധാ കൊച്ചിക്കാർ വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും പറയുന്നത്, പക്ഷെ ആദില സംസാരിക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ആദില അടിച്ചു വിടുന്നുണ്ട്. ആ രീതിയിലുള്ളൊരു സംഭവമൊക്കെ ഇന്നലെ ആദിലയുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. പിന്നെ നൂറയാണെങ്കിൽ പോലും പാത്രം കഴുകാൻ വാ ബേബി, വാ നീ എണീറ്റ് വാ പാത്രം കഴുകാമെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നൂറയ്ക്ക് ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അതായത് അനുമോളും ആദിലയും കൂടെയാണ് കഴുകി വെക്കേണ്ടത്. ആ അനുമോള് ചെന്ന് പറയുന്നുണ്ട്, കൂടെ കൂട്ടിന് നമ്മുടെ നൂറയും കൂടെ പോയി അനീഷേട്ടനോട് പറയാൻ. അനീഷ് പ്രോപ്പറായിട്ട് വന്ന് കാര്യം, കാരണം ക്യാപ്റ്റൻ ആണല്ലോ, വന്ന് ചോദിച്ചു. ആദിലയാണ് എണീറ്റ് പോകേണ്ടത്, ചെയ്തില്ല. അവൾക്ക് വാശി. അവസാനം ഞാൻ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നൂറ, ഇവിടെയാണ് നെവിൻ പറഞ്ഞ പോയിന്റ് വളരെ വാലിഡ് ആവുന്നത്. കാരണം ആദിലെ കൊണ്ട് കഴിയത്തില്ല. ഇത് രണ്ടുപേരും ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പൊ രണ്ടുപേരും രണ്ട് കണ്ടസ്റ്റന്റ് ആയി. ഇനിയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടിപ്പോയ 1-2 ആഴ്ച ആദില പുറത്തേക്ക് ഇങ്ങ് പോരും. കാരണം നേരത്തെ ആദില നൂറ രണ്ടുപേർക്കും ഒന്നിച്ചായിരുന്നു നമ്മൾ വോട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ സെപ്പറേറ്റഡ് ആണ്. സോ ആൾക്കാർ നല്ല ഗെയിമറിനല്ലേ വോട്ട് കൊടുക്കുള്ളൂ. നൂറ എന്തുകൊണ്ട് ബെസ്റ്റ് ഗെയിമറാണ്. കാരണം ഞാൻ പറയട്ടെ, ഈ ഒരു ആദില പാത്രം കഴുകാതെ കിടക്കുമ്പോൾ അനുമോള് കഴുകാൻ പോയി. കാരണം അനുമോൾക്ക് മനസ്സിലായി ചിലപ്പോൾ തമാശ രീതിയിലായിരിക്കും അനീഷിനെ ചെന്ന് ഇവർ മുട്ടിയത്, പൊക്കി എടുത്തോണ്ട് വന്ന് ചുമ്മാ ചൊറിയാൻ വേണ്ടി. പക്ഷെ അതങ്ങോട്ട് മൂത്ത് തുടങ്ങിയപ്പോഴത്തേക്ക് അനുമോൾ ആദ്യമേ ഓടി നമ്മുടെ വെസൽ, നമ്മുടെ എന്താണ് കിച്ചണിലേക്ക് പാത്രം കഴുകാൻ. അനുമോൾ അവിടെ നിന്ന് കഴുകുമ്പോഴത്തേക്ക് നൂറേയും പുറകെ പോയി പാത്രങ്ങൾ കഴുകുന്നുണ്ട്. അതായത് ആദില ചെയ്യേണ്ട പണിയും കൂടെ നൂറ ചെയ്യുക. അതിൻ്റെ ആവശ്യം എന്താ? അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് അവർ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, പാത്രം കഴുകി വെച്ചു, കുറച്ച് പാത്രം ഉണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ കഴുകി വെച്ചു എന്ന് അനുമോൾ വന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പോലും ആദില അവിടെ നിന്ന് എണീക്കാൻ തയ്യാറാവുന്നില്ല. അനീഷ് പോകുന്നുമില്ല. അനീഷ് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അനീഷ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ ചെറിയ ഐറ്റം ഒന്നുമല്ല. എപ്പോൾ കണ്ടന്റ് കിട്ടിയാലും അനീഷ് അത് പിടിക്കും. മാക്സിമം അനീഷ് രാത്രി നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കും. ഉറങ്ങുന്ന മനുഷ്യനെ അങ്ങോട്ട് പോയി പൊക്കുന്നതാ. അപ്പൊ പുള്ളി ഇറങ്ങി വരുമ്പം പുള്ളി അതിനുള്ള കണ്ടന്റ് ഉണ്ടാക്കും. അത് ഉണ്ടാക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇന്നലെ എന്താണെങ്കിലും ഇവർ ഈ അനുമോളും നമ്മുടെ നൂറയും കൂടെ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് പാത്രം കഴുകി എന്നൊക്കെ പറയുന്നുണ്ട്. പാത്രം കഴുകി എന്ന് പറയുമ്പോഴും അനീഷ് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല. അനീഷ് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഷാനവാസ് കീഴെയുണ്ട്. ഷാനവാസിനെ അറിയാലോ, മിത്രമേ 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 എന്നും പറഞ്ഞ് അനീഷിനെ നല്ല രീതിയിൽ തോണ്ടുന്നുണ്ട് ഷാനവാസ് എന്താണെങ്കിലും. അപ്പൊ അനീഷ് ഷാനവാസിനോട് പറയുന്നുണ്ട്, നീ വിട്ടുപോടാ, നീ വണ്ടി വിട്ടുപോടാ, നീ വണ്ടി വിട്ടുപോടാ. ഇടയ്ക്കിടയ്ക്ക് അനീഷ് ഈ ഒരു സാധനം എന്താണെങ്കിലും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആദില, താൻ ഇവിടെ എല്ലാവർക്കും ഒരു ബാധ്യതയാണ് എന്നുള്ളൊരു സാധനമൊക്കെ അനീഷിന്റെ മുഖത്ത് നോക്കി പറയുന്നത് കേട്ടു. ബാധ്യത ആർക്ക് ആരാണെന്ന് വരും ദിവസങ്ങളിൽ ചിലപ്പോൾ മിക്കവാറും ആദിലയ്ക്ക് മനസ്സിലാവും. ഇല്ലെങ്കിൽ അവിടുന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് വന്ന് സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തൊന്ന് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒക്കെ നോക്കുമ്പം പ്രോപ്പറായിട്ട് ആദിലയ്ക്ക് മനസ്സിലാവും ആർക്ക് ആരായിരുന്നു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ബാധ്യത എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഈ ഒരു ഗെയിം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിവ്യൂവർ, ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ ഞാൻ നോക്കി പറയുമ്പോഴത്തേക്ക് നൂറയ്ക്കൊരു ബാധ്യതയാണ് ഇപ്പോൾ ആദില ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. ആദിലയുടെ ഒരാവശ്യവും ഇല്ല. എന്തിന് ഒരാവശ്യമില്ല. ഞാൻ വീണ്ടും പറയുന്നു, നെവിൻ പറഞ്ഞത് പ്രോപ്പറായിട്ടുള്ളൊരു പോയിന്റ് ആയിരുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു പോയിന്റ്. ഒരാവശ്യമില്ല. നൂറ് അതിനകത്ത് വേണം. കാരണം ഷീസ് എ ഗെയിമർ. ആദില ഒരു ഗെയിമറും അല്ല. ഇങ്ങനെ ഗെയിം പറഞ്ഞു കൊടുത്ത് ആദില നമ്മുടെ നൂറ പുറകെ നടക്കണം. കൺട്രോൾ യുവർ വേർഡ്സ്, നിന്റെ വാക്ക് നീ സൂക്ഷിക്കൂ എന്ന് വരെ പോലും നൂറ പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പം എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം അവിടെ ഇങ്ങനെ കുറേ നേരമായി രാത്രി ഇത് തന്നെയായിരുന്നു. അപ്പം എന്താണെങ്കിലും നമ്മുടെ പാത്രങ്ങൾ ഇവർ രണ്ടുപേരും നൂറയും അനുമോളും കഴുകിയിട്ട് തിരിച്ചു വന്ന് പറയുന്ന സമയത്ത് അബി അങ്ങോട്ട് വരുന്നുണ്ട്. അല്ലെങ്കിൽ ആ പരിസരം വഴി പോയപ്പോഴത്തേക്ക് അബി അനീഷയെ വിളിച്ചിട്ട് ഈ ഒരു പ്രശ്നം അബിയോട് പറയുന്നുണ്ട്. അപ്പം അബി നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ കൂടുതൽ നേരമൊന്നും അവിടെ നിന്ന് ചുറ്റിക്കറങ്ങിയില്ല. കാരണം അബിക്ക് അറിയാം അത് അനീഷിനുള്ള കോണ്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ആസ് എ ക്യാപ്റ്റൻ അവിടെ നിന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് അനീഷ് നമ്മുടെ അബി അവിടെ നിന്ന് പോയി. അപ്പം അബി പറഞ്ഞൊരു കാര്യം, ഇത് നിന്റെ തെറ്റാണ്, നിന്റെ ക്യാപ്റ്റനാണ് അനീഷ്, നിന്റെ ബാധ്യതയാണ് നീ പാത്രം കഴുകുക എന്നുള്ളത്, അല്ലെങ്കിൽ നിനക്ക് കിട്ടിയ ഡ്യൂട്ടിയാണ്. സോ അതൊരു ബാധ്യത തന്നെയാണ്, നീ അത് ചെയ്ത് തീർക്കണം. അത് പ്രത്യേകിച്ച് വൈകിട്ട് തന്നെ തീർക്കണം. വൈകിട്ടത്തെ പാത്രങ്ങളാണ്, നാളെ രാവിലെ അല്ല അത് കഴുകാനിരിക്കേണ്ടത്. അപ്പം പറയുന്നുണ്ട്, ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റിട്ട് പാത്രം കഴുകിയിട്ട് പിന്നെ കുളിക്കാൻ പോകാനിരിക്കുമായിരുന്നു എന്നൊക്കെ ആദില പറയുന്നുണ്ടെങ്കിൽ പോലും ലൈക്ക് ഒരു ക്യാപ്റ്റനെ വിളിച്ചോണ്ട് വന്നു അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി.
ഈ ആദിലയുടെ കൂടെ പണി ചെയ്യണ്ട, ആ ഒരു സെയിം ടൈമിൽ പണി ആദിലയുടെ കൂടെ എടുക്കേണ്ട വ്യക്തിയാണ് ചെന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അവൾ പണിയെടുക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അനീഷ് ചോദിച്ചേ പറ്റുള്ളൂ, അനീഷിനെ സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റുള്ളൂ മെയിൻ ക്യാപ്റ്റൻ. അനീഷ് ആ ചോദിച്ചതിനകത്തോ ആ രാത്രിയിൽ വന്ന് വിളിച്ച് എണീപ്പിച്ചതിനകത്തോ നമുക്കൊരു കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അനീഷായിട്ട് വന്നതല്ല, അനീഷിനോട് പറഞ്ഞതാണ് ആദില ചെയ്തോളാന്ന്. ഓക്കെ, അനീഷ് കിടക്കാൻ പോയി. അതിപ്പം രാത്രിയിലോ രാവിലെയോ ചെയ്താൽ മതി ആദില. പക്ഷേ ആ സമയത്ത് പണി ചെയ്യാൻ ആദിലയുടെ കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തി ചെന്നിട്ട് അനീഷിനോട് പറഞ്ഞു എനിക്ക് പണി ചെയ്യണം, ഞാൻ പണി ചെയ്യാൻ റെഡിയാണ്, കൂടെ ഉള്ള ആൾ വരുന്നില്ല. അനീഷിന് വന്ന് ചോദിച്ചല്ലേ പറ്റൂ, വന്ന് ചോദിച്ചു. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ചൊരു തെറ്റും തോന്നിയില്ല. പക്ഷേ ആദില ആ സമയത്ത് കാണിച്ച എന്നാൽ പിന്നെ വീട്ടിൽ ഇരുന്നാൽ പോരെ ആദിലയ്ക്ക്, എന്തിനാ അതിനകത്തോട്ട് വന്നത്? ആദിലയ്ക്ക് തോന്നുമ്പോഴേ ചെയ്യത്തുള്ളൂ, തോന്നുമ്പോഴേ നടക്കത്തുള്ളൂ, തോന്നുമ്പോഴേ ഇരിക്കത്തുള്ളൂ. ഈ ഒരു സ്വഭാവമാണ് സത്യം പറഞ്ഞാൽ ആദില ഇന്നലെ അവിടെ കാണിച്ചതും ആദിലയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതും പറഞ്ഞതും ഒക്കെ എല്ലാം അത് തന്നെയായിരുന്നു. ഞാൻ പറയട്ടെ, അധികം നാള് ഈ ആദില അങ്ങനെ മുന്നോട്ട് പോകും, ഈ ഒരു നൂറയുടെ തണലിൽ നിന്ന് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാത്രം വരെ ആദില ചെയ്യേണ്ട ഡ്യൂട്ടി നൂറ ചെയ്തു കൊടുക്കുന്നു, അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ പറഞ്ഞ മൊത്തം എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ബാക്കിയും കൂടെ ലൈവ് പോയിരുന്ന് കാണട്ടെ. എന്തെങ്കിലുമൊക്കെ വേറെയും കൂടെ ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് എത്താം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.